സുഹൃത്തുക്കളെ, ചില സമയങ്ങളിൽ ഒരു പ്രത്യേക കാരണമില്ലാതെ നമ്മുടെ മനസ്സിൽ പലതരം അനാവശ്യ ചിന്തകളും ചോദ്യങ്ങളും ഉയർന്നു വരാറുണ്ട്, അല്ലെ? ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ ആ കാര്യം വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് നമ്മെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുകയും നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അനാവശ്യമായ ചിന്തകളെയും അസ്വസ്ഥതയെയും എങ്ങനെ ശാന്തമാക്കാം? ഈ സമ്മർദ്ദത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? ഈ കഥയിൽ ഗൗതമ ബുദ്ധന്റെ 4 ശീലങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു. ഈ ശീലങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ സമ്മർദ്ദത്തിൽ നിന്ന് മോചനം നേടാനും നല്ല കാര്യങ്ങൾക്കായി നിങ്ങളുടെ ജീവിതം ചെലവഴിച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനും കഴിയും. ഈ 4 ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റാൻ കഴിവുള്ളവയാണ്. അവ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സ് ഒരിക്കലും അസ്വസ്ഥമാകില്ല, ദുഃഖിതമാകില്ല, ഉപയോഗമില്ലാത്ത കാര്യങ്ങളിൽ മുഴുകില്ല. അതുകൊണ്ട് നമുക്ക് ഈ കഥ ആരംഭിക്കാം. ഒരിക്കൽ ഒരു ബുദ്ധ സന്യാസി ഒരാളുടെ കാൽക്കീഴിൽ ധ്യാനിക്കുകയായിരുന്നു. അപ്പോൾ ഒരു രാജകുമാരൻ ആ സന്യാസിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അല്ലയോ ഗുരു, നിങ്ങൾ എപ്പോഴും ധ്യാനിക്കുക ധ്യാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ധ്യാനം എനിക്ക് വളരെ അകലെയാണ്. കുറച്ചുനേരം കണ്ണടച്ചിരുന്ന് സമാധാനമായിരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എന്റെ മനസ്സ് വളരെ അസ്വസ്ഥമാണ്. അത് എപ്പോഴും എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ ധ്യാനിക്കാൻ ഇരിക്കുമ്പോഴെല്ലാം എന്റെ ഉള്ളിൽ ചിന്തകളുടെ ഒരു കൊടുങ്കാറ്റ് വരുന്നു. ആളുകളെക്കുറിച്ചുള്ള ചിന്തകൾ, എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, എന്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, അങ്ങനെ പല വിചിത്രമായ ചിന്തകളും എന്റെ മനസ്സിലേക്ക് വരുന്നു. അവയെ നിർത്താൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവയെ നിർത്താൻ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവുകയും ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ പോലും. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ രാജകുമാരൻ ആ ബുദ്ധ സന്യാസിയെ നോക്കി പറഞ്ഞു, ഗുരു, ദയവായി എന്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പറഞ്ഞു തരാമോ? ഇത് കേട്ട സന്യാസി ചോദിച്ചു, ഞാൻ എന്ത് പരിഹാരമാണ് പറയേണ്ടത്? ഇത് നിന്റെ മനസ്സാണ്. കുറച്ചുനേരം കണ്ണടച്ചിരിക്കാൻ പോലും നിന്നെ അനുവദിക്കാത്ത നിന്റെ മനസ്സിനെ നീ എത്രത്തോളം സ്വതന്ത്രമാക്കിയിരിക്കുന്നു എന്ന് ചിന്തിക്കൂ. രാജകുമാരൻ പറഞ്ഞു, ഗുരു, ഞാൻ ഒരുപാട് ചിന്തിച്ചു. പക്ഷേ എന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വന്നു. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അഭയത്തിൽ വന്നിരിക്കുന്നത്. ഇനി അങ്ങ് മാത്രമാണ് എനിക്ക് ഒരു വഴി കാണിച്ചു തരേണ്ടത്. അപ്പോൾ ആ സന്യാസി കുറച്ചുനേരം ആ രാജകുമാരന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ശരി, എന്റെ ഗുരുവായ ഗൗതമ ബുദ്ധൻ പറഞ്ഞ 4 ശീലങ്ങളെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഈ 4 ശീലങ്ങളും നീ ഉപേക്ഷിച്ചാൽ നിനക്ക് ഏകാഗ്രത ലഭിക്കാൻ തുടങ്ങും. നിനക്ക് ഒരിക്കലും അസ്വസ്ഥത തോന്നില്ല. രാജകുമാരൻ പൂർണ്ണ ശ്രദ്ധയോടെ ആ ബുദ്ധ സന്യാസിയുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി. സന്യാസി പറഞ്ഞു, ആദ്യത്തെ ശീലം മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക എന്നതാണ്. നിങ്ങളെപ്പോലെയുള്ള മിക്ക ആളുകളും ചെയ്യുന്ന ഒരു തെറ്റാണിത്. അവർ മറ്റുള്ളവരുടെ ചിന്തകൾ വായിക്കാൻ ശ്രമിക്കുന്നു. അയാൾ എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും എന്ന് ഊഹിക്കുന്നു. ഈ ഒരു ശീലം നിങ്ങളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നു. മിക്കപ്പോഴും ആളുകൾ മറ്റുള്ളവരുടെ ചിന്തകളെ തെറ്റായതും നെഗറ്റീവായതുമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഉദാഹരണത്തിന്, മറ്റുള്ളവർക്ക് അവരുടെ വളർച്ചയിൽ അസൂയയാണെന്നും അവരെ അപമാനിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അവരെ ഇഷ്ടപ്പെടുന്നില്ലെന്നും സഹായിക്കാൻ താല്പര്യമില്ലെന്നും അവർ ചിന്തിക്കുന്നു. ഈ ആളുകൾ മറ്റുള്ളവരെ കുറിച്ച് ധാരാളം നെഗറ്റീവ് ചിന്തകൾ ഉള്ളിൽ വെക്കുകയും അവരെക്കുറിച്ച് ചിന്തിക്കുകയും പ്രതികാരം ചെയ്യാനുള്ള വഴികൾ ആലോചിക്കുകയും അവരെ താഴ്ത്തിക്കെട്ടാനുള്ള അവസരങ്ങൾക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരോടുള്ള ഈ നെഗറ്റീവ് ചിന്ത അവരെ സന്തോഷമില്ലാത്തവരാക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഊഹിക്കുന്നത് നിർത്തുക. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചിന്തകൾ വായിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നെഗറ്റീവ് ചിന്തകൾക്ക് അടിമപ്പെടുന്നുണ്ടോ, പരാതി പറയുന്നുണ്ടോ, മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക. അപ്പോൾ ബുദ്ധ സന്യാസി രണ്ടാമത്തെ ശീലം പറഞ്ഞു, നിങ്ങൾ പരാജയപ്പെട്ടാൽ ആളുകൾ എന്തു പറയും എന്നോർത്ത് വിഷമിക്കാതിരിക്കുക. ആളുകൾ നിങ്ങളെ പരിഹസിക്കുമോ എന്ന് ഭയപ്പെടരുത്. പരിഹസിക്കുന്നവരെ പരിഹസിക്കാൻ വിടുക. ഒരാളുടെ പരാജയത്തിൽ ചിരിക്കുന്നത് ചിലരുടെ സ്വഭാവമാണ്. കാരണം നിങ്ങൾ വിജയിച്ചിരുന്നെങ്കിൽ ഇതേ ആളുകൾ നിങ്ങളെ പ്രശംസിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളുകയും ചെയ്യുമായിരുന്നു. നിങ്ങളുടെ വിജയത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരാജയത്തിൽ അവർ ചിരിക്കുന്നതിൽ നിങ്ങൾ ദുഃഖിക്കരുത്. പ്രശ്നം എന്തെന്നാൽ നമ്മൾ മനുഷ്യർ പരാജയത്തെ മോശമായി കണക്കാക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് പരാജയം. കാരണം
പരാജയമില്ലാതെ ഒരു വിജയിക്ക് അഹങ്കാരവും മറ്റുള്ളവരെ തന്നേക്കാൾ താഴ്ന്നവരായി കാണാനുള്ള തോന്നലുമുണ്ടാകാം. എന്നാൽ പരാജയം നമ്മെ വിനയവും ക്ഷമയും പഠിപ്പിക്കുകയും തുടർച്ചയായി ശ്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പരാജയത്തെ മോശമായി കാണരുത്. നിങ്ങളുടെ ജോലിയിൽ പരാജയപ്പെടാൻ സാധ്യതയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ കഴിവുകളേക്കാൾ ചെറിയ ലക്ഷ്യമാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് എന്നാണ്. ആളുകൾ നിങ്ങളെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ മോശമായി സംസാരിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഉള്ളിൽ മരിച്ചതുപോലെയാണ്. നിങ്ങളുടെ മാനസിക പരിധികൾക്കപ്പുറത്തേക്ക് പോയി പുതിയ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. കാരണം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നവർ മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, തോൽക്കാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല. അതുകൊണ്ട് പരാജയത്തെയും ആളുകൾ നിങ്ങളെ പരിഹസിക്കുന്നതിനെയും ഭയപ്പെടുന്നത് നിർത്തുക. ബുദ്ധ സന്യാസി തന്റെ മൂന്നാമത്തെ ഉപദേശം തുടർന്നു. അനാവശ്യമായ കാര്യങ്ങളിൽ സമയം പാഴാക്കുന്നത് നിർത്തുക. പലരും തങ്ങൾ അവരവരുടെ സമയത്തെ കൊല്ലുകയാണെന്ന് വിചാരിക്കുന്നുണ്ടാകാം. എന്നാൽ യാഥാർത്ഥ്യം നേരെ മറിച്ചാണ്. സമയം അവരെ ഓരോ നിമിഷവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉപയോഗമില്ലാത്ത കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിന് ഒരേയൊരു കാരണം അവർക്ക് ധാരാളം സമയമുണ്ടെന്ന തോന്നലാണ്. എന്നാൽ സത്യം അതല്ല. അവർക്ക് മുൻപുണ്ടായിരുന്ന പലർക്കും ഇതേ തോന്നലുണ്ടായിരുന്നിരിക്കാം. എന്നാൽ സമയം എങ്ങനെയോ കടന്നുപോയെന്നും അവരുടെ അവസരം എപ്പോഴെത്തിയെന്നും അവർ അറിഞ്ഞില്ല. അവരുടെ തെറ്റ് തിരിച്ചറിയുമ്പോഴേക്കും സമയം അവരുടെ കൈവിട്ടുപോയിരുന്നു. ഉപയോഗശൂന്യമായ കാര്യങ്ങൾക്കായി ജീവിതം മുഴുവൻ ചെലവഴിച്ചതിലുള്ള ഖേദം മാത്രമേ അവർക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ സ്വയം തിരിച്ചറിയാതെയും ജീവിതത്തിന്റെ സത്യം മനസ്സിലാക്കാതെയും ഈ ലോകം വിട്ടുപോയി. അതിനാൽ ഈ ജീവിതം ഉള്ളിടത്തോളം കാലം നല്ല കാര്യങ്ങൾക്കായും സ്വയം അറിയുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ആളുകൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നതിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കായും ഉപയോഗിക്കുക. മറ്റൊരു പ്രധാന കാര്യം ഇന്നത്തെ നിമിഷം വെറുതെ കളയരുത് എന്നതാണ്. സമയം പാഴാക്കുന്നതിലൂടെ ആർക്കും ഇതുവരെ സന്തോഷം ലഭിച്ചിട്ടില്ല. ഒരു നിമിഷം നിങ്ങൾക്ക് സന്തോഷം തോന്നിയേക്കാം, പക്ഷേ നിങ്ങൾ ബോധവാന്മാരാകുമ്പോൾ എത്ര സമയം നഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ നിങ്ങൾ സ്വയം ദേഷ്യം പിടിക്കുകയും ഖേദത്തിന്റെ ഒരു വികാരം നിങ്ങളിൽ നിറയുകയും ചെയ്യും. ഈ ഖേദത്തിന്റെ വികാരം നിങ്ങളിൽ പിരിമുറുക്കം സൃഷ്ടിക്കുകയും നിങ്ങൾ അസ്വസ്ഥനാകുകയും നിങ്ങളുടെ തെറ്റിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ തോന്നില്ല. നിങ്ങൾ ദുഃഖിതനായി ഒരിടത്ത് ഒതുങ്ങിക്കൂടും. സമയം വെറുതെ കളയുന്നതിൽ നിന്നാണ് ഈ ദുഷിച്ച ചക്രം ആരംഭിക്കുന്നത്. അതിനാൽ സമയം പാഴാക്കുന്നത് നിർത്തി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ബുദ്ധ സന്യാസി തന്റെ നാലാമത്തെ ഉപദേശം തുടർന്നു. എന്നേക്കാൾ കഴിവുള്ളവർക്ക് പോലും ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ചിന്തിക്കുന്നത് നിർത്തുക. പിന്നെ എനിക്കിത് എങ്ങനെ സാധ്യമാകും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. വാസ്തവത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒട്ടും പ്രയോജനകരമല്ല. ഈ താരതമ്യം നമ്മെ ദോഷകരമായി ബാധിക്കുകയുള്ളൂ. ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും ചിന്താഗതികളും വ്യത്യസ്തമാണ്. മറ്റുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞേക്കും. കാരണം പലപ്പോഴും വലിയ പ്രതീക്ഷകളില്ലാത്ത സാധാരണക്കാരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. നിങ്ങൾ വലിയവനായി കണക്കാക്കിയ കഠിനാധ്വാനം ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തി ഒരുപക്ഷെ അത്രയധികം ശ്രമിച്ചിട്ടുണ്ടാവില്ല. അവർ കഠിനാധ്വാനം ചെയ്യുന്നതായി അഭിനയിച്ചിരിക്കാം. കാരണം മിക്ക ആളുകളും അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ ആവശ്യമായ അത്ര കഠിനാധ്വാനം ചെയ്യാറില്ല. അവർ മറ്റുള്ളവരുടെ മുന്നിൽ താൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് കാണിക്കാൻ ശ്രമിക്കുകയും തന്റെ ഭാഗ്യം മോശമായിരുന്നു എന്ന് പറയുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളാണ് സംഭാഷണങ്ങളിൽ മറ്റുള്ളവരോട് പറയുന്നത്, താൻ ഇത്രയധികം ശ്രമിച്ചിട്ടും വിജയിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ വിജയിക്കുമെന്ന്. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം അവർ ചെയ്യേണ്ടത്ര ശ്രമം നടത്തിയിട്ടില്ല എന്ന്. ഇത് മറ്റുള്ളവരുടെ മുന്നിൽ തന്റെ അഭിമാനം രക്ഷിക്കാനും മറ്റൊരാൾ തന്നേക്കാൾ മുന്നോട്ട് പോകാതിരിക്കാനുമുള്ള ഭയം കൊണ്ടുമാണ്. അവർ തങ്ങളുടെ പാതി വഴിയിലെത്തിയ പരിശ്രമങ്ങളെക്കുറിച്ച് ഭയപ്പെടുകയും ഞാൻ തന്നെ ഇത് ചെയ്തിട്ട് പരാജയപ്പെട്ടല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെ വിജയിക്കും എന്ന് ചോദിച്ച് മറ്റുള്ളവരുടെ ആത്മവിശ്വാസം കെടുത്തുകയും ചെയ്യും. അതിനാൽ ഒരു പരാജയപ്പെട്ട വ്യക്തിയെ നോക്കി നിങ്ങൾക്കും എവിടെയെങ്കിലും തെറ്റ് സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ കാലത്തിന് വിട്ടുകൊടുക്കുക. സന്യാസി തുടർന്ന് ഉപദേശിച്ചു, നിങ്ങൾ ഈ 4 ദുശീലങ്ങളും ഒഴിവാക്കിയാൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ എവിടെ വേണമെങ്കിലും ഏകാഗ്രമാക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി ശാന്തനായി. രാജകുമാരന് താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലായി. അവൻ ആ 4 ശീലങ്ങളും മനസ്സിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കാൻ തീരുമാനിച്ചു. ആ ബുദ്ധ സന്യാസിക്ക് നന്ദി പറഞ്ഞ ശേഷം അവൻ അവിടെ നിന്ന് യാത്രയായി. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നോർത്ത് നാം അസ്വസ്ഥരാകേണ്ടതില്ല. ഞാൻ ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ
ആളുകൾ എന്റെ പ്രയത്നത്തെ പരിഹസിക്കുമോ എന്നും ഭയപ്പെടേണ്ടതില്ല. കൂടാതെ നമ്മുടെ വിലയേറിയ സമയം ഉപയോഗമില്ലാത്ത കാര്യങ്ങൾക്കായി നാം ഒരിക്കലും പാഴാക്കരുത്. അതുപോലെ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എനിക്കും അത് സാധ്യമാകില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ ആത്മാർത്ഥതയോടെ ഏതൊരു പ്രവൃത്തി ചെയ്താലും ഒരു ജോലിയും ചെറുതല്ല വലുതല്ല, ഒടുവിൽ നിങ്ങൾ തീർച്ചയായും വിജയം കൈവരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വിലപ്പെട്ട ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ദയവായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും എന്റെ ഈ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക.